നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത വൈറൽ വിവാഹത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്ത്. പ്രായപൂർത്തിയായ പെൺകുട്ടിയെയും മുസ്ലിം കാമുകനെയും വിവാഹത്തിനായി നെയ്യാറ്റിൻകരയിൽ എത്തിച്ചത് ഒരു സിനിമാ ക്യാമറമാനായിരുന്നു. കേരളത്തിന്റെ മതസൗഹാർദ്ദം വിളിച്ചോതുന്ന കേരള സ്റ്റോറി എന്ന പേരിൽ നടന്ന ഈ നീക്കത്തിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒത്താശയുണ്ടെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. ഇതിൽ ഒരു കേരള മിഷനും ഉണ്ടായിരുന്നു. മാർച്ച് 7-നാണ് പെൺകുട്ടിയും പങ്കാളിയും സുഹൃത്തായ ക്യാമറമാൻ ലാലും നെയ്യാറ്റിൻകരയിലെത്തിയത്. അരുമാനൂരിലെ വിവാഹത്തിന് 2 ആഴ്ച മുമ്പേ ഇവരിവിടെ എത്തിയിരുന്നു. ഇവരുടെ രഹസ്യ താമസത്തിന് മറ്റ് സൗകര്യമൊരുക്കിയത് പ്രദേശത്തെ ഇടതുപക്ഷ സംഘടനാ നേതാവായിരുന്ന ജീവനക്കാരിയാണെന്നാണ് റിപ്പോർട്ട്. CPM സംസ്ഥാന സെക്രട്ടറിയെ വിവാഹത്തിൽ പങ്കാളിയാക്കിയത് ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവാണ്. ഇവർ തന്റെ നാത്തൂന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട ചടങ്ങിനും കുംഭമേള ഫെയിം ബാലികയെ എത്തിച്ചു. കുട്ടി ബാലികയാണെന്ന് തെളിയുകയും ഇവർ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് ആരോഗ്യ പരിശോധനകളിൽ തെളിയുകയും ചെയ്താൽ അത് ബലാത്സംഗ കേസായി മാറും. യാതൊരുവിധ രേഖകളും പരിശോധിക്കാതെ വിവാഹ സർട്ടിഫിക്കറ്റ് നടപടികൾ പൂർത്തിയാക്കിയത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണെന്ന ആരോപണമുണ്ട്. അരുമാനൂരിലെ അമ്പലം ഭരണസമിതി CPM നിയന്ത്രണത്തിലാണെന്നതും ശ്രദ്ധേയമാണ്. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ കമ്മിറ്റി അംഗം വരെയുള്ള പ്രാദേശിക നേതാക്കൾക്ക് ഈ വിവാഹത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. കല്യാണം അരുമാനൂരിലെ അമ്പലത്തിലെത്തിയപ്പോൾ ഈ വിവാഹം ഒരു മതസൗഹാർദ്ദ മാതൃക എന്ന നിലയിൽ അവതരിപ്പിക്കുകയായിരുന്നുവെന്നാണ് സൂചന. അങ്ങനെ വന്നാൽ താമസ സൗകര്യം ഒരുക്കിയവരും റേപ്പ് കേസിൽ പ്രതികളാകും. വിവാഹത്തിന്റെ ദുരൂഹത പുറത്തു വന്നതോടെ അരുമാനൂരിലും പരിസര പ്രദേശങ്ങളിലും പ്രതിഷേധമാണ് ഉയരുന്നത്. കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് മറുപടിയായി കേരള മിഷൻ ആസൂത്രണം ചെയ്തതാണോ ഇതെന്ന് പലരും സംശയിക്കുന്നു. പ്രാദേശിക CPM നേതൃത്വവും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയും ചേർന്ന് നടത്തിയ ഈ നീക്കം പാർട്ടിക്കുള്ളിലും അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായ വിവാഹത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിലേക്കൊന്നും ഇതുവരെ അന്വേഷണം പോയിട്ടില്ല. പെൺകുട്ടിയെ അരുമാനൂരിൽ താമസിപ്പിച്ചവർ അടക്കം കേസുണ്ടായാൽ കുടുങ്ങും. കുംഭമേളയിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ പെൺകുട്ടിയും ഉത്തർപ്രദേശ് സ്വദേശി ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്ത നടപടിയിൽ പൂവാർ പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. വിവാഹ രജിസ്ട്രേഷനായി ഹാജരാക്കിയ രേഖകളിൽ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് റൂറൽ SP DGPക്ക് കൈമാറി. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന പരാതിയിൽ മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തതിനെ തുടർന്നാണ് കേരള പോലീസും വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത്. വിവാഹത്തിനായി ഹാജരാക്കിയ രേഖകൾ അസലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതെന്നാണ് പൂവാർ പഞ്ചായത്ത് അധികൃതർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് നടപടികൾ വേഗത്തിലായത്. അതേസമയം ഫർമാൻ ഖാൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ച ഹൈക്കോടതി അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി 5 ആഴ്ചത്തേക്ക് കൂടി നീട്ടി നൽകി. മധ്യപ്രദേശ് സർക്കാർ നൽകിയ ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞുവെന്നാണ് ഫർമാൻ കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ ഹർജി അടുത്ത മാസം 20-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഈ കേസിൽ കേരള പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ മധ്യപ്രദേശ് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വിവാഹ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും ശേഖരിക്കും. ഇതിനായി കേരള പോലീസുമായി ആശയവിനിമയം ഉടൻ നടത്തുമെന്ന് മധ്യപ്രദേശ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പെൺകുട്ടി ഹാജരാക്കിയ രേഖകളും പരിശോധിക്കണമെന്ന് മധ്യപ്രദേശ് പോലീസ് അറിയിച്ചു. തുടർന്നാകും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിൽ തീരുമാനമെന്നാണ് സൂചന. വൈറൽ താരത്തിന്റെ വൈറൽ വിവാഹത്തെ ചൊല്ലിയുള്ള വിവാദം കത്തുകയാണ്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസെടുത്തത്. മാർച്ച് 11-ന് തിരുവനന്തപുരത്തെ അരുമാനൂർ ശ്രീ നയനാർ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം കഴിക്കുമ്പോൾ പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നായിരുന്നു ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മഹേശ്വർ സർക്കാർ ആശുപത്രിയിലെ ജനന സർട്ടിഫിക്കറ്റിൽ 2009 ഡിസംബർ 30-ന് വൈകിട്ട് 5:50-ന് പെൺകുട്ടി ജനിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് പോലീസിന് മുമ്പാകെ പെൺകുട്ടി ഹാജരാക്കിയ രേഖകളിൽ 2008 ജനുവരി 1-ആണ് ജനന തീയതി. പെൺകുട്ടി സമർപ്പിച്ച ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി തയ്യാറാക്കിയതാണെന്നാണ് കമ്മീഷൻ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP ഈ മാസം 22-ന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം.